ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രഞ്ജു പമ്മി വന്ന ഗീതുവിൻ്റെ ഫോണിൽ നിന്നും വരുൺ കമ്പനിയെ തകർക്കാൻ ശ്രമിച്ച എന്തോ ഒരു തെളിവ് തട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഗീതുവിന് മുന്നേ കയറി അതങ്ങ് ഇതാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പല പാസ്വേഡ് അടിച്ചു നോക്കി, കിട്ടണില്ല. പക്ഷേ അന്ന് റോഡിൽ വെച്ച് കണ്ണേട്ടൻ എന്നാണ് ഞാൻ എൻ്റെ ഗോവിന്ദേട്ടനെ വിളിക്കുന്നത് എന്ന് ഗീതു പറഞ്ഞ് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് അതിൽ നിന്ന് പാസ്വേഡ് ഉണ്ടാക്കി ആ പാസ്വേഡ് അടിച്ചു. കാര്യങ്ങളെല്ലാം നമ്മുടെ രഞ്ജു അത് അടിച്ചെടുക്കുന്നു. അതിനുശേഷം ധൈര്യമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഗീതു പറഞ്ഞാൽ ഗോവിന്ദൻ അത് കേൾക്കില്ല, മറിച്ച് രഞ്ജു പറഞ്ഞാൽ ഗോവിന്ദൻ അത് അനുസരിക്കും, അല്ലെങ്കിൽ കേൾക്കും. ആ ഒരിത് അറിയാം. പിന്നെ കാണിക്കുന്നത് ഇതെല്ലാം നേടിയിരിക്കുന്ന രഞ്ജുവിൻ്റെ അടുത്തേക്ക് ചായയായിട്ട് നമ്മുടെ രേഖ വരിക. അപ്പോൾ രേഖ വന്നു, ചായ കൊണ്ടുവന്ന് കൊടുത്തു, താങ്ക്സ് ഒക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ രേഖ ഇങ്ങനെ നോക്കുക കേട്ടോ, ഇങ്ങനെ ഈ രഞ്ജുവിനെ സൂക്ഷിച്ചിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് രഞ്ജു പറഞ്ഞപ്പോഴും രേഖ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. പെട്ടെന്ന് കാഞ്ചന അങ്ങോട്ടേക്ക് വന്നു. രേഖ പാപ്പാ, സ്നേഹം ചാലിച്ചുണ്ടാക്കിയ ചായ അത് എത്ര ടേസ്റ്റ് എന്നും പറഞ്ഞു. പെട്ടെന്ന് ഈ സമയത്ത് മുകളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു. നോക്കുമ്പോൾ എന്താ, മുകളിൽ നിന്ന് ഗോവിന്ദൻ ഒരു ചില്ലെടുത്ത് എറിഞ്ഞുടച്ചതാണ്. അപ്പോഴേക്കും ഇവരെല്ലാവരും പേടിച്ച് വിറച്ച് മുകളിലേക്ക് നോക്കുന്നു. ഗോവിന്ദൻ അന്നേരം അങ്ങോട്ടേക്ക് കയറി വന്നു. ഗോവിന്ദൻ അങ്ങ് കയറി വന്നത് ഭയങ്കര സീനായിട്ടാണ്. അപ്പോൾ എൻ്റെ ചായയിൽ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പാണ് കൊണ്ടിട്ടതെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ആ ചായക്ക് കാഞ്ചനയായിരിക്കും ഉപ്പിട്ടതെന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചനയുടെ തലയിൽ വെച്ച് കൊടുക്കുക രഞ്ജു. പക്ഷേ നമ്മുടെ രേഖ ഉണ്ടാക്കി കൊടുത്തത് തിരിഞ്ഞു പോയതാണ്. പാവ രേഖ അതിൻ്റെ പേടിയിൽ നിൽക്കുമായിരുന്നു. ഇപ്പോഴല്ലേ കഥ പുറത്തു വന്നത്. അപ്പോൾ രഞ്ജു കുടിക്കുന്നത് ഉപ്പുള്ള ചായയാണെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇവളിങ്ങനെ ഉപ്പിട്ട ചായ കുടിക്കുന്നത് ശ്രദ്ധിച്ച് നിൽക്കും. ഇവൾ ഉപ്പിട്ട ചായയൊക്കെ കുടിക്കുമോ എന്നുള്ളൊരു മൈൻഡിൽ രേഖ നിന്നതാണ്. അപ്പോൾ രേഖ നോക്കി നിൽക്കാതെ കാഞ്ചനയുടെ തലയിലേക്ക് വെച്ച് കൊടുത്തു രഞ്ജു. പാവം ഗീതുവിനെ പഴി കേൾപ്പിക്കാൻ ചെയ്തായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗോവിന്ദൻ ക്ഷമിക്കാം, ഞാൻ നല്ല ചായ ഇട്ട് തരാമെന്നും പറഞ്ഞ് രഞ്ജു ഇങ്ങനെ നിൽക്കുന്നു. ആ സമയം കാഞ്ചനയെ തുറച്ച് നോക്കിയിട്ട് നമ്മുടെ ഗോവിന്ദൻ അങ്ങ് പോകുന്നു. രഞ്ജു പറഞ്ഞതുകൊണ്ട് ഈ തവണത്തേക്ക് കാഞ്ചന ഞാൻ വെറുതെ വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ரொம்ப നന്ദി മാമ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കാഞ്ചന. ഈ സമയം ഉപ്പിൻ്റെ പണി നിങ്ങൾ എനിക്കിട്ട് വെച്ചതാണെന്ന് എനിക്ക് അറിയാമെന്ന് രേഖയോട് പറയുവാണ്. ഗോവിന്ദൻ പോയി കഴിഞ്ഞപ്പോൾ രഞ്ജു, തൽക്കാലം ഈ വീട്ടിൽ ഗീതു മാത്രമാണ് എൻ്റെ ശത്രു. എന്നോട് കൂടുതൽ കളിക്കാൻ നിന്നാൽ നിങ്ങളും ആ ലിസ്റ്റിലാകുമെന്ന് രേഖയോട് പറയുകയാണ് രഞ്ജു. ശത്രുവിനോട് യാതൊരു ദാക്ഷിണ്യവും കാണിക്കാത്തവളാണ് ഞാനെന്നും അതെന്നെ കൊണ്ട് ചെയ്യരുതെന്ന് പറഞ്ഞ് രഞ്ജു അങ്ങ് പോയി. പാവൻ രേഖ ഇങ്ങനെ ചമ്മി നിൽക്കുക. രേഖയ്ക്ക് ടെൻഷനായി, ദൈവമേ ഇനി എന്താവും എന്ന് ഓർത്തിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും രാധിക എതിലെയോ കറങ്ങി തിരിഞ്ഞ് വരുന്നു. അതായത് നമ്മുടെ മേഡത്തിൻ്റെ അടുത്ത് വന്നൊരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുക. മേഡം ഒരു കൂസലും ഇല്ലാത്ത പോലെ നിൽക്കുന്നു. വിജയലക്ഷ്മി സുബ്രഹ്മണ്യത്തോട് ഒരു നന്ദി പറയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് ഇങ്ങനെ മേഡം നിൽക്കോട്ടെ, ഇവൾ എന്ത് ഭാവിച്ചാണെന്ന്. എൻ്റെ പഴയ കണ്ണനെ തിരിച്ചു തന്നതിന് എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കുക കേട്ടോ, ഒന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ തമ്മിൽ കണ്ടില്ലേ? അതിനുശേഷം അറക്കിലേക്ക് തിരിച്ചു വന്നത് അമ്മ ഉപേക്ഷിച്ചിട്ട് പോയ എൻ്റെ പഴയ കണ്ണൻ തന്നെയാണെന്നുള്ള കാര്യം രാധിക മേഡത്തിനോട് പറയണം. ഭയങ്കര സന്തോഷത്തോടു കൂടി നിന്നാണ് സംസാരിക്കുന്നത് രാധിക. അങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നു. അമ്മയെന്ന് ആവർത്തിച്ച് അവൻ വിളിച്ചത് എന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മടിയിൽ കിടത്തി ഉറക്കിയാൻ എൻ്റെ കുഞ്ഞ് കണ്ണനായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ നീ ഊട്ടുന്നത് വിഷമാണെന്ന് ഗോവിന്ദും തിരിച്ചറിയുന്ന ദിവസം വരും. എൻ്റെ കൈകൊണ്ട് മരിക്കുന്നത് പോലും ഭാഗ്യമായിട്ട് കരുതുന്നവനാണ് കണ്ണൻ എന്ന് രാധിക വിജയലക്ഷ്മി മേഡത്തിനോട് പറയണേ. മേഡം കേട്ട് പേടിച്ച് നിൽക്കുക. എൻ്റെ ചോരയിൽ പിറന്ന മക്കളേക്കാൾ ഞാൻ സ്നേഹിക്കുന്നതും അവനെയാണ്. അവനെ ഞാൻ ഇല്ലാതാക്കുമെന്ന് കരുതിയതാ നിൻ്റെ ഏറ്റവും വലിയ തെറ്റ്. വാക്കുകളിൽ സ്നേഹം വിതറാനും പ്രവർത്തികളിൽ ആത്മാർത്ഥത അഭിനയിക്കാനും ആർക്കും പറ്റുമെന്ന് വിജയലക്ഷ്മി മേഡം ഈ പുള്ളിക്കാരിയോട് പറയണം. പക്ഷേ നീ അവനെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് സ്നേഹിച്ചിട്ടുണ്ടോ? ആ ചോദ്യം ചോദിക്കാനുള്ള എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത് എന്ന് മേഡത്തിനോട് രാധിക ചോദിക്കുന്നു. ഒരിക്കലെങ്കിലും നീ നിന്റെ മകനെ സ്നേഹത്തോടെ ഊട്ടിയിട്ടുണ്ടോ എന്ന് രാധിക ചോദിക്കുന്നു. വേദികളിൽ 100 കണക്കിന് താരാട്ട് പാട്ടുകൾ പാടിയ നീ എൻ്റെ കണ്ണന് വേണ്ടി ഒരു താരാട്ടെങ്കിലും മൂളിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം ഒന്നും മേഡം ഒന്നും മിണ്ടുന്നില്ലേ? കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന അവനൊരു കൈത്താങ്ങായിട്ടുണ്ടോ നീ എന്ന് ചോദിച്ചു. അപ്പോഴൊന്നും മേഡം ഒന്നും മിണ്ടുന്നില്ല. എല്ലാം അറിയുന്ന നീ തന്നെ എന്തിനാ രാധികെ എൻ്റെ മുന്നിൽ കിടന്ന് ഈ ആവേശം കാണിക്കുന്നതെന്ന് ചോദിച്ചു അന്നേരം വിജയലക്ഷ്മി മേഡം. രാധികയുടെ സംസാരത്തിന് അവസാനം, നിന്റെ ഈ അഭിനയമൊക്കെ അവൻ വിശ്വസിക്കും. പക്ഷേ ഗോവിന്ദനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരുടെ മുന്നിൽ
നിന്റെ ഈ പ്രകടനമൊന്നും വിലപ്പോവുന്നതല്ല എന്നും പറഞ്ഞ് വിജയലക്ഷ്മി മേഡം ഇവളെ ഒന്നുകൂടി പേടിപ്പിക്കുന്നു. രാധിക ഇതൊക്കെ കേട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. നീയാണോ കണ്ണനെ സ്നേഹിച്ചത്? ആണോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മാധവേട്ടനെയോ കണ്ണനെയോ നീ സ്നേഹിച്ചിട്ടില്ല എന്ന് തറപ്പിച്ച് പറയുമ്പം പല്ലെറുമി പിടിച്ചിങ്ങനെ നിൽക്കുക. സ്നേഹത്തിൻ്റെ ഒരു കണിക ഉണ്ടായിരുന്നെങ്കിൽ ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് നീ വേറൊരുത്തൻ്റെ കൂടെ ഓടിപ്പോകില്ലായിരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ മേഡത്തിനെ കലി കയറ്റുന്നു ഈ പറയുന്ന രാധിക. ആ ബന്ധത്തിൽ നിനക്കൊരു മോളുണ്ടെന്നൊക്കെ കേട്ടിരുന്നു, അവളെവിടെ പോയി, അവൾ എന്തിയേ എന്നൊക്കെ ഇങ്ങനെ നൈസായിട്ട് അറിയാൻ വന്നതാ. ആരുടെയെങ്കിലും കൂടെ എന്താ ചാടിപ്പോയോ എന്നൊക്കെ ചോദിച്ചു. അതോ നിന്നെ ഉപേക്ഷിച്ച് പോവുകയാണോ ചെയ്തത്? പലർമ്മി പിടിച്ചിങ്ങനെ നിൽക്കുക. നേരത്തെ ഇങ്ങനെ രാധികയുടെ മുന്നിൽ വിജയലക്ഷ്മി മേഡം പോകാൻ തുടങ്ങിയ മേഡത്തെ പിടിച്ചു നിർത്തിയിട്ട് നീ ബാക്കി കൂടി കേട്ടിട്ട് പോകാൻ പറഞ്ഞു. കറങ്ങി തിരിഞ്ഞ് നിന്റെ മോളെങ്ങാനും കണ്ണൻ്റെ മുന്നിൽ ചെന്ന് പെട്ടാൽ ഒന്ന് കളയും ഞാൻ അവളെയെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. അപ്പോൾ അത് കേട്ടപ്പോൾ മേഡം പേടിച്ചു. അപ്പോൾ എന്നെയും എൻ്റെ മക്കളെയും തീർക്കാൻ നീ കുറേ തെളിവുകൾ ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒരു ദിവസം ഞങ്ങളൊരു വിജയം കാണുമെന്ന് മേഡം അന്നേരം പറഞ്ഞു. ആയിക്കോട്ടെ അത് നിങ്ങളുടെ വെറും സ്വപ്നം മാത്രമാണെന്ന് നേരം പറയുവാണ് ഈ പറയണ രാധിക. ഗീതു അറയ്ക്കൽ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകേണ്ടവളാണെന്ന് കണ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം മറ്റൊന്നുമില്ല. നീ ഗീതുവിനെ കൂട്ടുപിടിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. അതിനുവേണ്ടി വേറൊരുത്തി വന്നിട്ടുണ്ട്. അവൾ വഴി മിക്കവാറും ഗീതു പുറത്തു പോകും. അതുകൊണ്ട് നീ ഗീതുവിനോട് പറഞ്ഞേക്കും കണ്ണൻ്റെ ചിലവിൽ കൂടും കൂട്ടി താമസിക്കാമെന്ന വ്യാമോഹമൊന്നും വേണ്ട എന്ന്. അത് നീ പറഞ്ഞേക്കാൻ പറഞ്ഞു. വിജയലക്ഷ്മിയുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ആ മുറിവുകളിൽ മുളക് പൊടി വിതറി വേദനിപ്പിക്കാൻ ഞാൻ ഇതുപോലെ ഇടയ്ക്കൊക്കെ വരാം. എന്താ പോരേന്ന് ചോദിച്ച് രാധിക അവിടെ നിന്ന് പോകും. അതും ജയിച്ചു എന്ന മട്ടിൽ വിജയലക്ഷ്മി മേഡത്തെ നോക്കി ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട്. അപ്പോൾ അറിയാത്ത പല കഥകളും ദേ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. വിജയലക്ഷ്മിയുടെ വന്നിട്ട് അകത്തേക്ക് കയറി ചെന്നിരുന്ന് ആലോചിക്കുക. അങ്ങനെ കണ്ണന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് വിജയലക്ഷ്മിയോട് ചോദിച്ച കാര്യങ്ങൾ ഓർത്ത് അവിടെ ഇരിക്കുന്നു. അപ്പോൾ രാധിക പറഞ്ഞതിനൊന്നും അന്നേരം മറുപടി ഉണ്ടായിരുന്നില്ലല്ലോ. ആ അമ്മ ഇങ്ങനെ തളർന്ന് അവിടെ ചെല്ലുന്നു. എന്നിട്ട് ചെന്ന് ഷെൽഫ് തുറക്കുന്നു. അതിൽ നിന്ന് ഒരു ആൽബം എടുക്കുന്നു. ആ ആൽബത്തിൽ പഴയ ഫോട്ടോസൊക്കെ കണ്ട് അതിനകത്ത് കുഞ്ഞു കണ്ണനായ ചിരിച്ചുകൊണ്ടൊരു ഉമ്മയൊക്കെ കൊടുത്ത് നിനക്ക് ഒരു ഉരുള ചോറ് വാരി തരാതെ ഞാൻ ഇതുവരെ ഉണ്ടിട്ടില്ല മോനെ. താരാട്ട് പാടി നിന്നെ എൻ്റെ മനസ്സിൽ ചേർത്തോർക്കാത്ത ഒരു രാത്രി പോലും അമ്മയ്ക്കുണ്ടായിട്ടില്ല മോനെ എന്നൊക്കെ മനസ്സിലും കൊണ്ട് പറയുന്നു. നിൻ്റെ ഈ മുഖം കാണാതെ അമ്മ ഇന്നേ വരെ ഉണർന്നിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് ആ ഒരിത് പറയുക. അതൊന്നും നിനക്കറിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. നീ അറിഞ്ഞിട്ടില്ലല്ലോ എന്നും പറയുന്നുണ്ട്. അങ്ങനെ ആ ഫോട്ടോ കെട്ടിപ്പിടിച്ച് വിട്ട് കരയുകയാണ്. പക്ഷേ ഗോവിന്ദനെ തകർക്കാൻ അല്ലെങ്കിൽ തൻ്റെ മകളെ തകർക്കാൻ രാധിക അനുവദിക്കില്ല എന്ന ദൃഢപ്രതിജ്ഞ അമ്മ അവിടെ വെച്ച് തന്നെ അങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങുന്നു. പക്ഷേ വിളിക്കണോ വേണ്ടോ എന്നൊരു 1000 വട്ടം ആലോചിച്ചു. വേണ്ട എന്നുള്ളൊരു ഇതിൽ തന്നെ അങ്ങനെ ഇരിക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അപർണികയും ഗീതുവും കൂടി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു. എന്നിട്ട് കുറേ പേപ്പേഴ്സൊക്കെ ഇങ്ങനെ ഡോക്ടർക്ക് കൊടുത്തു. അപ്പോൾ ഡോക്ടർ ഇതൊക്കെ നോക്കി. അപ്പോൾ ടെസ്റ്റിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം എന്ത് പ്രശ്നമാണ് പറയാനുള്ളത്, ഒരു ഹാപ്പി ന്യൂസ് ആണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അപർണിക ഇങ്ങനെ നോക്കുക കേട്ടോ. അപർണിക പ്രഗ്നൻ്റാ എന്ന് പറഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി ഇവർക്ക്. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും കേട്ടോ. ഗീതു അന്നേരം സന്തോഷം അഭിനയിച്ചെങ്കിലും അങ്ങനെ വല്ലാത്തൊരിതിൽ നിൽക്കും. അപ്പോൾ ഏതൊരു പെണ്ണിനും ഭഗവാൻ കനിഞ്ഞു കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് ഒരു അമ്മയാവുക എന്നുള്ളത്. ആ ഭാഗ്യം എനിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമോ നമ്മുടെ ഗീതു മനസ്സുകൊണ്ട്. ഗീതുവിൻ്റെ മുഖം മാറി ഇരുന്നപ്പോൾ അപർണയ്ക്ക് ചോദിച്ചു എന്താ ഗീതു എന്ന്. ഒന്നുമില്ല, സന്തോഷം കൊണ്ടാ. അപ്പോൾ എന്തൊരു ടെൻഷൻ ഉണ്ടല്ലോ. ടെൻഷനോ എനിക്കോ? നീ ഒരു അമ്മയാകാൻ പോകുന്നതിൻ്റെ സന്തോഷമാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഇഞ്ചക്ഷൻ എടുത്ത കാര്യമൊക്കെ ഡോക്ടർ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു. അതിന് ഡോക്ടർ പുറത്തേക്ക് ചെല്ലുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടി ഗർഭിണിയായതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കുന്നു. അപ്പോൾ എനിക്കൊരു കുഞ്ഞിനെ താലോലിക്കാനുള്ള ഭാഗ്യമൊന്നും ഉണ്ടാകില്ല എന്ന് ഗീതു പറയുമ്പോൾ കാര്യം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു അപർണിക. ആദ്യം നടന്നത് ഗീതാഞ്ജലിയുടെ മാരേജ് അല്ലേ, എന്നിട്ട് ഞാൻ ഓവർടേക്ക് ചെയ്തല്ലോ എന്നോർത്തിട്ടല്ലേ ഈ കുശുമെന്ന് ചോദിച്ചു. ഞാൻ ചോദിക്കുന്നവരോട് ചോദിച്ചാലേ ഞങ്ങളുടെ മധുവിധ കാര്യം കഴിഞ്ഞില്ല എന്ന്. മധുവിധ മാത്രം മതിയോ എന്ന് ചോദിച്ചു അപർണിക. ഇതിപ്പോൾ താൻ പ്രഗ്നൻ്റ് ആയതിൻ്റെ അഹങ്കാരമല്ലേ എന്നൊക്കെ ചോദിച്ച് രണ്ടുപേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിക്കാം. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന രണ്ടുപേർക്കും അടുത്തേക്ക് വരുന്നു നമ്മുടെ ഡോക്ടർ. ഡെലിവറിക്ക് കൊണ്ടുവന്ന പേഷ്യൻ്റാണ്.
പെട്ടെന്ന് ഷുഗർ ലെവൽ കൂടി, അതാ ഞാൻ പോയത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഡോക്ടർ പറയാം. അതിനുശേഷം മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൊടുത്തു. അടുത്ത തവണ ഹസ്ബൻഡിനെയും കൂട്ടി വരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ തമ്മിലിങ്ങനെ സംസാരിച്ചു. അതിനുശേഷം ഇവർ പോരാൻ തുടങ്ങുമ്പോൾ വീണ്ടും ഗീതുവിൻ്റെ ഭാവങ്ങൾ ഇങ്ങനെ മാറുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നന്ദി.